മക്കളെ എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ചോദ്യങ്ങൾ കടന്നു വരുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ NCERT എക്സാമ്പിൾസും ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. എന്നാലേ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. സോ മക്കളെ ഇത് നോക്കിക്കോളൂ. ഷോ ഹൗ ആർ ദ ഫോളോയിങ് ആൽക്കോൾസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഓൺ മെത്തനാൽ. അപ്പം മെത്തനാൽ എന്ന് പറഞ്ഞാൽ HCHO ആണ്. HCHO ആണ് മെത്തനാൽ. സോ മെത്തനാളിനെ ഏത് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്താലാണ് ഈ ആൽക്കോൾ ഉണ്ടാവുക എന്നുള്ള. സോ മക്കളെ ഈ തന്നിരിക്കുന്ന ആൽക്കോളിന്റെ പ്രത്യേകത ഇതെല്ലാം പ്രൈമറി ആൽക്കോളാണ്. മെത്തനാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രൈമറി ആൽക്കോൾ ആണല്ലോ ഉണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രിഗ്നാർഡ് റിയേജന്റ് മെത്തനാളിന്റെ കൂടെ ട്രീറ്റ് ചെയ്താലാണ് ആൽക്കോഹോളിനെ നമുക്ക് ലഭ്യമാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട ആൽക്കോൾ നിങ്ങൾ നോക്കുക. അതിൽ ഈ ഒരു CH2OH എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ടല്ലോ, അതിലൊരു കാർബണാ ഉള്ള, അതായിരിക്കും നമുക്ക് മെത്തനാളിൽ നിന്ന് അവൈലബിൾ ആവുന്ന പോർഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിമൈനിങ് പാർട്ട് ഉണ്ടല്ലോ, ഈ ഒരു റിമൈനിങ് പാർട്ട് അത് ഉൾക്കൊള്ളുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോർമുല എന്താ വരിക എന്നറിയോ? ഞാനിവിടെ എഴുതാം. CH3 MgBr CH3 CH3 MgBr ഐസോപ്രൊപ്പൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അതേസമയം രണ്ടാമത്തെ ആൽക്കോൾ നോക്കൂ. ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ HCHO ആണ്, മെത്തനാൽ ആണ് ഒരാൾ. അടുത്ത ഗ്രിഗ്നാർഡ് റിയേജന്റ് ആരെ യൂസ് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്താലാണ് ആ ആൽക്കോൾ കിട്ടുക എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു പാർട്ട് മാറ്റി വെച്ചോ, CH2OH. ഈ കാർബണും ഈ ഭാഗവും മെത്തനാളിൽ നിന്ന് കിട്ടിക്കോളും. റിമൈനിങ് പോർഷനാണ് ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്ന് വരേണ്ടത്. അതായത് ഈ പാർട്ട് ആ ഗ്രിഗ്നാർഡ് റിയേജന്റ് അവൈലബിൾ ആവേണ്ടത്, വിച്ച് ഈസ് സൈക്ലോഹെക്സൈൽ. അപ്പോൾ ഉപയോഗിക്കേണ്ട ഗ്രിഗ്നാർഡ് റിയേജന്റ് ഏതാണെന്ന് സാറ് പറയട്ടെ? യെസ്, സൈക്ലോഹെക്സൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. സൈക്ലോഹെക്സൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. സോ ഇയാളെ മെത്തനാളുമായിട്ട് ട്രീറ്റ് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്താൽ ദിസ് വിൽ ബി ദ പ്രോഡക്റ്റ്. ഓക്കെ. റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. ആദ്യത്തെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീനാണ്. ഇവിടെ നിങ്ങളൊന്നുമില്ല, മാർക്കോണിക്കോഫ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ മോളിക്യൂൾ ഈ ആൽക്കീൻ അക്രോസ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ ഇതിലില്ല. സോ അങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് HOH ആണ്. അതിൽ H+ ഉണ്ട്, OH- ഉണ്ട്. ചെയ്യേണ്ടത് മാർക്കോണിക്കോഫ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യുക അക്രോസ് ഡബിൾ ബോണ്ട്. എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക് OH- ഹൈഡ്രജൻ കൂടിയിടത്തിലേക്ക് H+നെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആരായിരിക്കും മക്കൾക്ക് പറയാവോ? ഇറ്റ് ഈസ് CH3 CHOH CH3 പ്രൊപ്പാൻ 2-ol ആണ് പ്രോഡക്റ്റ്. അതേപോലെ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോളേ. NaBH4 ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് C+O കീറ്റോ ഗ്രൂപ്പാണ്. രണ്ട് COOR. ഏതാ ഗ്രൂപ്പ്? എസ്റ്റർ ആണ്. ഇത് എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ഇത് കീറ്റോണിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതിൽ NaBH4 കീറ്റോണിനെ ആൽക്കഹോളായിട്ട് റെഡ്യൂസ് ചെയ്യും, എസ്റ്ററിനെ തൊടില്ല. എസ്റ്റർ അതേപോലെ നിലനിൽക്കും. സോ അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് നിങ്ങൾ പറ? ആ കീറ്റോന്റെ എൻഡ് ആൽക്കഹോളായിട്ട് മാറുന്നു. അവിടെ CO മാറ്റിയിട്ട് CHOH കൊടുത്തേക്ക്. ബാക്കി എസ്റ്ററിൻ്റെ ഭാഗത്ത് ഒരു മാറ്റവുമില്ല. CH2 C+O OCH3 എസ്റ്ററിൻ്റെ പോർഷൻ അതേപോലെ നിലനിൽക്കുന്നു. എന്നാൽ കീറ്റോ മാറിയിട്ട് ആൽക്കഹോളായി. അത്രേ ഉള്ളൂ NaBH4 ഉപയോഗിച്ചാൽ. LiAlH4 ആണെങ്കിൽ ഇതും രണ്ട് ആൽക്കഹോളുകളായിട്ട് മുറിയും എന്നുള്ള കാര്യം കൂടെ മനസ്സിലായിക്കോളുക. എന്നാൽ മക്കളെ ഇവിടെ നോക്കിയോ, NaBH4 ഉപയോഗിച്ച് ഇയാൾ റെഡ്യൂസ് ചെയ്യാൻ പോവുക ഒന്നുമില്ല. ഇതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പാ. NaBH4 ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ആൽക്കഹോളുകളായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ CH2OH എന്ന് പറയുന്ന ആൽക്കഹോൾ ഗ്രൂപ്പായിട്ട് മാറും. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സോ CH3 CH2 CH CH3 CH2 CH CH3 CHO മാറ്റിയിട്ട് പകരം ആരെ കൊടുത്തോ? CH2OH കൊടുത്തോ, CH2OH കൊടുത്തോ. റെഡിയാണേ? സോ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ്. മക്കളെ ഞാൻ NCERTയിലെ ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന ചാപ്റ്ററിലെ രണ്ട് പ്രധാനപ്പെട്ട നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്.
മക്കൾ ചെയ്യേണ്ട കാര്യം, ഏതൊക്കെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കൂടുതൽ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ NCERT ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിലപ്പുറം മക്കളെ ഇന്നത്തെ ലൈവിൽ വൈകിട്ട് നടക്കുന്ന ലൈവിൽ നമ്മൾ NCERT ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 50 NCERT ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ആ ലൈവിലേക്ക് ആളുകളെ എത്തിക്കുക, എല്ലാവരോടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അത് അറ്റൻഡ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു ഓൾ.